വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിരിക്കുന്നു. സിദ്ദിഖിന് തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. ബലാത്സംഗ കേസിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. തീർച്ചയായും ഇത് ബലാത്സംഗ കേസിൽ, അതായത് പോക്സോ വകുപ്പ് ചുമത്താവുന്ന ഒരു കേസാണ് സിദ്ദിഖിനെതിരെ ഉണ്ടായിരുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ നിതിൻ പ്രഭാകരനുണ്ട്. നിതിൻ, എന്തൊക്കെ കാര്യങ്ങളാണ് ഹൈക്കോടതി നിരീക്ഷിച്ചത്? തുളസി, നടൻ സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. യുവനടിയെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സിദ്ദീഖിനെ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു. അന്വേഷണ സംഘത്തിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസിനകത്ത് സിദ്ദീഖ് പറഞ്ഞ വാദങ്ങളെല്ലാം ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഈ പെൺകുട്ടിയെ തനിക്ക് അറിയില്ലെന്നും പെൺകുട്ടിയെ താൻ കണ്ടത് രക്ഷിതാക്കൾക്കൊപ്പമാണെന്നും എന്നായിരുന്നു സിദ്ദീഖ് പറഞ്ഞത്. എന്നാൽ സിദ്ദീഖ് ആ ദിവസങ്ങളിൽ ബലാത്സംഗം നടന്നുവെന്ന് പെൺകുട്ടി പറഞ്ഞ ദിവസങ്ങളിൽ സിദ്ദീഖ് തിരുവനന്തപുരത്തെ മസ്കറ്റ് ഹോട്ടലിനകത്ത് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഈ തെളിവ് അന്വേഷണ സംഘം കോടതിയിൽ കൈമാറി. ഈ തെളിവ് കൈമാറിയ പശ്ചാത്തലത്തിൽ സിദ്ദീഖ് ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥിരീകരിച്ച അന്വേഷണ സംഘം സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. സിദ്ദീഖിനെ ഇനി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. സിദ്ദീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെട്ടത്. കോടതി ഈ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. ഈ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളിയത്. ഇനി സിദ്ദീഖിന്റെ മുന്നിൽ എന്താണ് വഴി? ഒന്നെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കുക, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുമ്പാകെ കീഴടങ്ങുക. രണ്ട് വഴികൾ മാത്രമാണ് സിദ്ദീഖിന്റെ മുമ്പിലുള്ളത്. അല്ലെങ്കിൽ അന്വേഷണ സംഘം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യണം. അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ദിശയിൽ സിദ്ദീഖിന്റെ കേസ് അന്വേഷിച്ചു. മറ്റ് ഈ സമാന ആരോപണം നേരിട്ട നടൻ മുകേഷ് MLA ഉൾപ്പെടെയുള്ളവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരുന്നു. എന്നാൽ സിദ്ദീഖിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. സിദ്ദീഖിനെതിരെ കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. മസ്കറ്റ് ഹോട്ടലിൽ സിദ്ദീഖ് താമസിച്ചതിന്റെ കൃത്യമായ രേഖകൾ കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കി. ഈ രേഖകൾ പരിശോധിച്ച കോടതി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇനി അന്വേഷണ സംഘം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുമോ എന്നതാണ് കണ്ടറിയേണ്ട ഒരു കാര്യം. സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഏറെ അതിനിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അറസ്റ്റ് നടപടികളിലേക്ക് കടന്നാൽ സിദ്ദീഖിന് അത് വലിയ കുരുക്കായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. സിദ്ദീഖിന് ഇനി പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിക്കുക എന്നത് മാത്രമാണ് ഒരു പോംവഴിയുള്ളത്. ആ ഘട്ടത്തിലേക്ക്, ആ രൂപത്തിലേക്ക് സിദ്ദീഖ് കടക്കുമോ എന്നാണ് അറിയാനുള്ളത്. അല്ലെങ്കിൽ സിദ്ദീഖ് അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങുമോ, അന്വേഷണ സംഘം സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുമോ എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം ഹൈക്കോടതിയിൽ നിന്നും കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിഗുരുതരമായ ആരോപണം നേരിട്ട അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. യുവനടിയെ സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. എന്നാൽ അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കാൻ കഴിഞ്ഞു. ഈ തെളിവുകൾ പരിശോധിച്ചാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. തുളസി, തീർച്ചയായും ഇനിയിപ്പോൾ ഒരു അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്ന് തന്നെയാണ് അറിയേണ്ടത്. അത് എപ്പോഴായിരിക്കും അറസ്റ്റ് എന്നതിലും തീർച്ചയായും അന്വേഷണ സംഘത്തിന്റെ അതിനിർണായകമായ ഒരു നീക്കമായിരുന്നു സിദ്ദീഖിന് വിനയായി മാറിയത് എന്നതിൽ തർക്കമില്ല. ഈ പരാതി ലഭിച്ചതിന്റെ തൊട്ടുപിറകെ തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. സിദ്ദീഖ് ഈ പരാതിക്കാരിയായ പെൺകുട്ടി പറഞ്ഞ ദിവസം ഹോട്ടലിൽ ഉണ്ടെന്ന് ഉറപ്പിച്ചു. ആ ദിവസത്തെ രേഖകൾ അടക്കം കൃത്യമായി ശേഖരിച്ചുകൊണ്ട് ആ രേഖകൾ ഇന്ന് കേസ് പരിഗണിക്കുമെന്നപ്പോൾ ആ രേഖകൾ കോടതിയിൽ ഹാജരാക്കി. ആ രേഖകൾ ഹാജരാക്കിയതിനെ തുടർന്നാണ് സിദ്ദീഖിന് കുരുക്ക് മുറുകിയത്. കൃത്യമായി ഈ മസ്കറ്റ് ഹോട്ടലിൽ ഈ പീഡനം നടന്നു എന്ന് പറയുന്ന ദിവസം പരാതിക്കാരിയും അതുപോലെ തന്നെ സിദ്ദിഖും ഉണ്ടായിരുന്നു എന്നതിന്റെ രജിസ്റ്റർ രേഖ കോടതിയിൽ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ട്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും തെളിവുകൾ സിദ്ദിഖിനെതിരെ അന്വേഷണ സംഘം സമർപ്പിച്ചിട്ടുണ്ടായിരുന്നോ? അതുകൂടി പരിഗണിച്ചിട്ടുണ്ടോ കോടതി? തീർച്ചയായും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ കൃത്യമായ രേഖയായി ഉള്ളത് ഈ സംഭവം നടന്ന ദിവസം സിദ്ദീഖും ഈ പെൺകുട്ടിയും ഹോട്ടലിൽ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹോട്ടലിൽ മുറി ബുക്ക് ചെയ്തത് സിദ്ദീഖിന്റെ സ്വന്തം പേരിലാണ്. ഇത് സംബന്ധിച്ച രേഖകൾ, അതായത് കൃത്യമായ കടലാസ് രേഖകൾ തന്നെ കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. ഈ രേഖകളാണ് സിദ്ദീഖിന് കുരുക്കായി മാറിയത്. ആ രേഖകൾ തന്നെയാണ് സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളാനുള്ള നിർണായക തെളിവായി ഹൈക്കോടതി സ്വീകരിച്ചത് എന്നാണ് ഈ നിമിഷം നമ്മൾ മനസ്സിലാക്കുന്നത്.
മനസ്സിലാക്കുന്നത് സിദ്ദീഖിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായ തിരിച്ചടി അല്ലെങ്കിൽ അതീവ ഗുരുതരമായ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനിക്കാൻ കഴിയും എന്ന് തന്നെ നമുക്കറിയാം. കാരണം മുകേഷ് MLA, ജയസൂര്യ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ സിദ്ദീഖിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കൃത്യമായ തെളിവുകൾ, മസ്കറ്റ് ഹോട്ടലിലെ രജിസ്റ്ററിന്റെ കോപ്പി അടക്കമുള്ള തെളിവുകൾ അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. ഇത് പരിശോധിച്ച കോടതി സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. അന്വേഷണ സംഘം എപ്പോൾ ഇനി സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ സിദ്ദീഖ് മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. സ്വാഭാവികമായും അന്വേഷണ സംഘം അറസ്റ്റ് നടപടികളിലേക്ക് കടക്കും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം സിദ്ദീഖിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സിദ്ദീഖിന്റെ അറസ്റ്റ് നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ അത് എപ്പോൾ എന്ന ചോദ്യം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ പലരും കൊച്ചിയിൽ തന്നെയുണ്ട്. നടൻ മുകേഷ് MLA കൊച്ചിയിലെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ എന്തായിരിക്കും? സിദ്ദീഖിനെ എത്രയും വേഗത്തിൽ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമോ എന്നത് മാത്രമാണ് ഇനി കണ്ടറിയേണ്ടത്. എപ്പോഴായിരിക്കും ആ നിർണായക അറസ്റ്റ് എന്നതിന്റെ ഉത്തരം മാത്രമാണ് ഇനി ലഭിക്കാനുള്ളത്. തുളസി, വ്യക്തമാണ്. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്ന നടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തതും തുടർന്ന് മുൻകൂർ ജാമ്യ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്. ഇനി അറസ്റ്റ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും അറസ്റ്റ് നടപടി എപ്പോഴുണ്ടാകുമെന്ന് തന്നെയായിരിക്കും. അറസ്റ്റ് ചെയ്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുക, തെളിവെടുപ്പിലേക്ക് കടക്കുക എന്ന് തന്നെയായിരിക്കും അന്വേഷണ സംഘത്തിന്റെ നീക്കം. അത് എപ്പോൾ, എങ്ങനെ എന്നത് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. വിശദമായ വിവരങ്ങളാണ് നിതിൻ പ്രഭാകരൻ നൽകിയത്.